ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐബൂസ് മമ്മ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്, ചെറിയ പെരുന്നാൾ ഞങ്ങൾ നാട്ടിലാണ് ആഘോഷിക്കണതെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോസൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ ട്രോളി വാങ്ങിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിലേക്ക് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനത്തെ വാങ്ങിച്ച ട്രോളിയിലേക്ക് നമ്മളുടെ ഡ്രസ്സുകൾ വെക്കണത് ഞങ്ങൾ വാങ്ങിച്ച 3 ഹാൻഡ് ബാഗിനാണ് കേട്ടോ. എനിക്കും ഐബൂസിനും ഹസ്ബൻഡിനും കൂടി ഉള്ള 3 ഹാൻഡ് ബാഗിൻ്റെ ട്രോളിയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡ്രസ്സുകളാണ് കൂടുതൽ വെക്കുന്നത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ തലേന്ന് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷമായിരുന്നു പോയി വെച്ചത് സഫാരിയിലേക്ക്. സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഉണ്ടോ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ നിന്നത്. പിന്നെ നോമ്പായാരം കൊണ്ട് നമുക്ക് രാവിലെ പണികളൊന്നും ഉണ്ടാവുകയുമില്ല. ഐബൂസാണെങ്കിൽ ഉറക്കവുമായിരുന്നു ഈ നേരത്ത്. അപ്പോൾ ഹാൻഡ് ബാഗൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ വേഗം സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ സെറ്റ് ചെയ്യുന്നത് ഐബൂസിൻ്റെ പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ റോൾ ചെയ്താണ് ഐബൂസിൻ്റെ പെട്ടി ഞാൻ സെറ്റ് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ ഞാൻ എൻ്റെ ഐബൂസിൻ്റെ പെട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ പെട്ടിയാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ നിൽക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടൈമിൽ തന്നെ ഞങ്ങളുടെ 3 ആൾക്കാരുടെയും ഹാൻഡ് ബാഗ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെയാണ് കേട്ടോ നാട്ടിൽ പോണത്. അപ്പോൾ ഇനി നമുക്ക് ടൈമില്ല. പിന്നെ ഒന്നാമത് നോമ്പാണ്. അപ്പോൾ നോമ്പിൻ്റെ ക്ഷീണം, നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര ടയേർഡാവില്ലേ. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഷോപ്പിങ്ങും നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടുള്ള ക്ഷീണവും ഒക്കെ കൂടി ആയിട്ട് ആകെ ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കിട്ടുന്ന ടൈമിൽ വേഗം ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഡേ ഹസ്ബൻഡിന് ഡ്യൂട്ടിക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ പെട്ടിയെട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി കേട്ടോ. 1-2 കാര്യങ്ങളോട് നമുക്കൊന്ന് സെറ്റാക്കാനുണ്ടായി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നല്ല തിരക്കിലായി പോയാരം കൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല. ഇതിപ്പോൾ സഫാരിയിൽ ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ട് ഇതുപോലെ നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ അന്ന് അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ നോമ്പ് തുറന്നത്. അപ്പോൾ അതാ ഇത് 3-ാമത്തെ ദിവസത്തെ വീഡിയോയാണ് കേട്ടോ. ഇന്നത്തെ ഈ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഉള്ള ഒരു 2-3 ദിവസത്തെ നമ്മളുടെ ഓരോ നാട്ടിലോട്ട് പോകാനുള്ള ഒരുക്കങ്ങളും അവിടെ നടന്നേക്കുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗാണിത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു നോമ്പ് തുറ ഒരുക്കിയിട്ടുണ്ട് അലൈനിൽ. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2 മണിക്ക് ഇറങ്ങിയെങ്കിലാണ് അവിടേക്ക് നമുക്ക് കറക്റ്റ് ടൈമിലൊക്കെ ആയിട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ഫ്രണ്ട് ഫാമിലി താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. തുടങ്ങിയിട്ടില്ല. അങ്ങനത്തെ നമ്മൾ അലൈനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ അലൈനിലെ ഭാഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ കാണാനൊക്കെ നല്ല രസമുണ്ട്. നമ്മൾ ശരിക്കും ഒരു നാടിൻ്റെയൊക്കെ ഒരു ടച്ച് അവിടെ വരുന്നുണ്ട്. നമ്മൾ ഓരോ ഇത് കഴിഞ്ഞ് പോകുമ്പോഴും നമുക്കൊരു നാടിൻ്റെയൊക്കെ ഒരു ടച്ച് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഈ അലൈനിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടോ പോണത്. അതായത് കൊറോണക്ക് മുന്നെയാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് അലൈൻ പോയത്. ആ ടൈമിലൊക്കെ ഞാൻ വിസിറ്റിങ്ങിലൊക്കെ വന്ന ടൈമിൽ റാസൽ ഖൈമ അതുപോലെ അലൈൻ ഒക്കെ അത്യാവശ്യം നമ്മൾ മിക്ക വീക്കെൻഡിലൊക്കെ പോവാറുണ്ടായിരുന്നു. പക്ഷേ കൊറോണക്ക് ശേഷം ഈ ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അലൈനായാലും പോകുന്ന ഭാഗങ്ങളൊക്കെ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
അങ്ങനെ നമ്മൾ അലൈനിലെത്തി. ഇവർ വില്ലയിലാണ് കേട്ടോ താമസിക്കുന്നത്. ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു എല്ലാവരും കൂടി നമ്മൾ ഒത്തുകൂടി വെച്ചത് നോമ്പോർക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിലൊക്കെ പോയ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഞാനിതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. കാരണം എല്ലാവരുടെയും ഒരു പ്രൈവസിയും പിന്നെ ഒരു ഫാമിലി താമസിക്കുന്ന വീടും ഒക്കെ അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ തലേന്ന് നോമ്പോറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അലൈനിൽ നിന്ന് തിരിച്ച് തലേന്ന് രാത്രി തന്നെ വന്നു ഷാർജയ്ക്ക്. ഒത്തിരി ദൂരമുള്ളത് കാരണം കൊണ്ട് എത്തിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. പിന്നെ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു ദിവസമാണ് നമ്മൾ വൈകുന്നേരമാണ് നാട്ടിലേക്ക് പോകുന്നത്. നോമ്പുറന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചേക്കണത്. കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചേക്കണേ. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ക്ലീനിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലീനിങ് ടീമിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 1-2 മാസമായിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളത് കാരണം എനിക്ക് നല്ലപോലെ ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ തവണ നാട്ടിൽ പോകുമ്പോൾ നല്ലപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കിച്ചണൊക്കെ നല്ലപോലെ കബോർഡിൻ്റെ അകമൊക്കെ ക്ലീൻ ചെയ്തു, ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അവർ പോയി കേട്ടോ. അപ്പോൾ പാത്രങ്ങളൊക്കെ ജസ്റ്റ് പുറത്തിങ്ങനെ വെറുതെ റഫാക്കി ഇട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പോലെ അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് വെറുതെ റഫായിട്ട് അതിൻ്റെ അകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ വിരിച്ചിട്ട് പാത്രങ്ങളൊക്കെ അതിനനുസരിച്ച് ഒതുക്കി വെക്കാനാണ് തീരുമാനിച്ചേക്കണേ. അതിൻ്റെ ഇടയ്ക്ക് വൈകുന്നേരത്തെ നോമ്പോർക്കാനുള്ള സാധനങ്ങളും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പറയായിരുന്നു ഇത്തവണത്തെ നോമ്പിന് നമ്മൾ എവിടെയും പുറത്ത് പോയി നോമ്പോർക്കാൻ പോവാനോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഒന്നൊരു നോമ്പ് തുറ ചെറിയ ഒരുക്കങ്ങളൊക്കെ നടത്തി നോമ്പോർക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. കാരണം ഇത്തവണത്തെ റംസാനിൽ ഞങ്ങൾ നാട്ടിൽ പോണേൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ ഞങ്ങൾ രണ്ടാളും ഓരോ കോഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമിൻ്റെയൊക്കെ കാര്യങ്ങളിലും ഒക്കെ ആയിട്ടൊക്കെ കുറച്ച് തിരക്കിലായി പോയിരുന്നു. പിന്നെ അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്നിച്ചൊന്ന് രണ്ടുപേരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കി ഒന്ന് സന്തോഷമായിട്ടൊക്കെ ഒന്ന് നോമ്പ് തുറന്നിട്ടൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്ന് തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്യാൻ തന്നെ വിചാരിച്ചത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒന്നിച്ച് നിന്നിട്ടാണ് കേട്ടോ അത് കുക്ക് ചെയ്യണത്. അപ്പോൾ ഇതും കൂടിയൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ പാത്രങ്ങളൊക്കെ ആകെ റഫായിട്ട് അവിടെ ഇട്ടേക്കണത്. കാരണം ഈ കുക്കിംഗ് കൂടി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ എന്തായാലും കുറച്ച് മെസ്സാവും കിച്ചൺ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിച്ചൺ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് ബ്രസ്റ്റ് പീസ് ബാക്കി ഇരിപ്പുണ്ടായി. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു കറി വെച്ചു. പിന്നെ ഞാനതാ പത്തിരിയാണ് പിന്നെ ഉണ്ടാക്കിയത്. പിന്നെ സ്നാക്സ് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്നാക്സൊക്കെ പുറത്ത് പറയുകയാണ് കേട്ടോ ചെയ്തേ. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് അവർ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അവളുടെ ഹസ്ബൻഡിന് അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ ഒരു കൊത്തു പൊറോട്ട പോലെ ഒരു കൊത്തു കുബൂസ് വെർഷൻ. അപ്പോൾ ഞങ്ങളതിൻ്റെ ഇടയ്ക്ക് കുറേ കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കുക്കിംഗ് അങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടിയിൽ ഒന്ന് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മൾ റാപ്പ് ചെയ്യാനൊക്കെ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന നേരമായിട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റൂമിൻ്റെ ഒന്ന് വീഡിയോ ഒന്ന് എടുത്തതാണ്. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായില്ലല്ലോ. ഇപ്പോൾ ഇറങ്ങുന്ന ടൈം ആയതുകൊണ്ട് കുറച്ചും കൂടി സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. കുറച്ച് വേസ്റ്റൊക്കെ കളയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ട് എത്തി. നമ്മൾ എമിറേറ്റ്സിനാണ് പോണേ കേട്ടോ. നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ആ നിൽക്കുന്ന ടൈമിലൊക്കെ അവിടെ ഐബൂസ് ഓടിക്കളിക്കുമായിരുന്നു.
അങ്ങനെ ബോർഡിംഗ് പാസ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് അത്യാവശ്യം നടക്കാനുണ്ടെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. അരമണിക്കൂറോളം നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെയും പിടിച്ചിട്ട് നമ്മൾ നടക്കൽ, പിന്നെ നമ്മുടെ മൂന്നാൾക്കടെയും ഹാൻഡ് ബാഗും കയ്യിലുണ്ട്. അത് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന ടൈമിലാണ് നമുക്ക് ലഗേജിലോട്ട് ഇടാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും എല്ലാം ക്യാരി ചെയ്യാൻ പറ്റാത്ത നേരം കൊണ്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് സ്ട്രോളർ കിട്ടും. അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് അവൻ ഇരിക്കാനായിട്ടൊന്ന് മടിഞ്ഞ്, പിന്നെ നമ്മളെ ഫോണൊക്കെ കൊടുത്ത് കുറച്ചൊക്കെ കളിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അതും ഇരുത്തിയത്. പിന്നെ ആൾ ഓക്കെ ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളത് മെട്രോ കയറി കേട്ടോ. ഇത് എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ മെട്രോ ഉണ്ട് കേട്ടോ. നമ്മൾ ഓരോ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മെട്രോ ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഗേറ്റിലേക്ക് പോകാനായിട്ടുള്ള മെട്രോയിലാണ് കയറിയേക്കണത്. നമ്മൾ ലാസ്റ്റ് ഗേറ്റിലെത്തി. ഇവിടെ എത്തി സീറ്റിലിരുന്ന് കുറച്ചൊന്ന് ആശ്വാസമായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒന്ന് വീഡിയോ എടുത്തത്. കാരണം അത്യാവശ്യം നടക്കാനുണ്ടായി. നമ്മൾ സ്ട്രോളറും ഈ പെട്ടിയും ഒക്കെ മാനേജ് ചെയ്ത് അവിടം വരെ നടന്നെത്തിയപ്പോഴത്തേക്കും ആകെ ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ ഐബൂസിനാണെങ്കിൽ അവിടെ കളിക്കാൻ ഒത്തിരി ഏരിയ ഉള്ളവരും കൊണ്ട് ഫുൾ അവിടെ ഓടിക്കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഐബൂ. അങ്ങനത്തെ നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഒരു 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കയറിയത്. അത് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ സീറ്റിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കാരണം കൊണ്ട് അവൻ അതിൽ എൻഗേജ് ചെയ്തിരിക്കുകയായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ രാത്രി ടൈം ആയ കാരണം കൊണ്ട് നമ്മളൊരു 2:45 ടൈമിൽ, പുലർച്ചെ 2:45 ടൈമിലുള്ള ഫ്ലൈറ്റാണ് എടുത്തുവെച്ചത്. അപ്പോൾ ആ ടൈമൊക്കെ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഉറങ്ങുന്ന ടൈമായിരിക്കും. അപ്പോൾ ഒരുപാട് കരച്ചിലും ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ടൈം നോക്കിയാണ് നമ്മൾ എടുത്തുവെച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഉറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു ബേബീസിൻ്റെ കിറ്റ് നമുക്ക് കിട്ടും. അവരെ എൻഗേജ് ചെയ്ത് ഇരുത്താനുള്ള കാര്യങ്ങൾ. ഇതിൽ തന്നെ വെറ്റ് വൈപ്സ് ഉണ്ടാകും, പിന്നെ സ്പൂൺ ഉണ്ടാകും, കുറച്ചങ്ങനെ അവരെ എൻഗേജ് ചെയ്ത് ഇരുത്താനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അതാ ഇതുപോലെ ഒരു ഫോട്ടോയും ഇങ്ങോട്ട് കിട്ടിയെന്ന് കേട്ടോ. ഫാമിലീസൊക്കെ കയറുന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ പോളറോഡായിട്ട് നമുക്ക് അപ്പം തന്നെ ഫോട്ടോ റെഡിയായി കിട്ടില്ലേ, അങ്ങനെയൊക്കെ എടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ ഇതിൽ കയറിയപ്പോൾ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫുഡ് വന്നു. അപ്പോൾ ഫുഡ് ആ ടൈമിൽ തന്നെ കിട്ടുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നോമ്പ് പിടിക്കണം, അപ്പോൾ അതിന് ഇടത്താഴത്തിൻ്റെ ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഒക്കെ. പക്ഷേ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ഫുഡ് വന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഐബൂസ് ഉറങ്ങി. പിന്നെ അതാ ഇത് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ബ്ലാങ്കറ്റാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം ഞങ്ങളും ഉറങ്ങി കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതാ നാട്ടിലെത്തി. അവിടെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ഇക്കാക്കൻ്റെ മോനാണ് കേട്ടോ, മൂത്ത മോനാണ്. നാട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവന് ചിരിച്ച് കാണിച്ചെങ്കിലും വേറെ കൈമോട്ടൊന്നും അങ്ങനെ പോകുന്നുണ്ടായില്ല കേട്ടോ. പോയാലും അപ്പം തന്നെ എൻ്റെ കൈമോട്ട് കരഞ്ഞുകൊണ്ടും വരും. ഇതിപ്പോൾ കാറിൽ പോയിട്ട് എൻ്റെ അടുത്തേക്ക് വരണം എന്നും പറഞ്ഞിട്ട് ആൾ കരയാണ്. അവിടെ നമ്മൾ ഒറ്റയ്ക്കായ ആരും കൊണ്ട് ഞാനും മോനും തന്നെ എനിക്കും കൂടുതലും വീട്ടിലുണ്ടാവുക. പിന്നെ രാത്രി ആകുമ്പോഴത്തേക്കാണ് ഹസ്ബൻഡ് എത്തുക. അപ്പോൾ ഇത്രയും ഒരു ചെറിയ ആൾക്കാരെ മാത്രം കണ്ടും കൊണ്ടും പിന്നെ നാട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവനൊരു 2-3 ദിവസം എടുത്തിട്ടോ ഒന്ന് എല്ലാവരായിട്ടൊന്ന് പരിചയമായി വരാനായിട്ട്.
അങ്ങനത്തെ നമ്മൾ വീട്ടിലെത്തി. കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് ഉള്ളൂ കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. പിന്നെ അവിടെ എത്തി എല്ലാവരും ഐബൂസിനെ കളിപ്പിക്കലും വർത്തമാനങ്ങൾ പറയലും വിശേഷങ്ങളൊക്കെ പറയലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ള ടൈമായിട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാനിരിക്കുകയാണ്.